തിറയുണ്ട് ഗൈസ്, തിറ. നിങ്ങളാരാ? ഇവർ ഫാൻസ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് മാളോ ഫേഷ്യലാണ് പോകുന്നത്. അതിനെപ്പറ്റി കാര്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. നമ്മൾ മാളിലെത്തി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ മൊത്തവും നല്ല ഒച്ചയാണ്. ഞാൻ ഉള്ളിൽ കയറ്റി കാണിച്ചു തരട്ടെ. നമ്മളിവിടെ എത്തി. ഇവിടെ ഒന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് എങ്ങോട്ടാ പോട്ടെ, ഏതിലെ പോട്ടെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് സാധനം മേടിക്കാൻ പോകും. എന്തെങ്കിലും ഈ മാളിൽ നമ്മൾ മേടിക്കുന്നതായിരിക്കും. ഇവിടെയുള്ള പകുതി കടകളൊന്നും തുറന്നിട്ടില്ല. ഇത് തുടങ്ങിയിട്ട് 1 വർഷം എന്തോ ആയെന്ന് തോന്നുന്നു. പക്ഷെ എന്നിട്ടും ഇനിയും കടകളൊക്കെ ഇനിയും തുറക്കാനുണ്ട്. കണ്ട ബാക്കിലൊക്കെ കണ്ട. ഒരാവശ്യമില്ലാണ്ട് ഞാൻ ഗിംബലിൽ വീഡിയോ എടുക്കാൻ വന്ന പുല്ല്. ഇത് ഇങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട് പോകുന്നൊരു ഗിംബൽ. ഇവിടെ കണ്ട നൂല് പോലെ വെള്ളം പോകുന്നുണ്ട്. ഇത് കാണിച്ചു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് എങ്ങോട്ടാ തിരിയണേ കണ്ട. ബാക്കിൽ നമുക്ക് എവിടെയാണെന്നറിയില്ല. നൈക്ക ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പം സെഫോറ എൻ്റെ മുന്നിലുണ്ട്. സെഫോറ കയറണ്ട, അത്രയും ബഡ്ജറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. ഒരു നാൾ വരും, അപ്പം നമുക്ക് കഴിക്കണം. നൈക്ക ഇവിടെ എവിടെയാണെന്നറിയില്ല. ഇതിങ്ങനെ അങ്ങ് നിരന്ന് കിടക്കുന്നതുകൊണ്ട് ഒരു പിടുത്തം കിട്ടുള്ള, എവിടെയാണ് എന്താണെന്ന് ഒരു പിടുത്തം കിട്ടുള്ള തോന്നണം. ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ബ്രാൻഡും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇല്ലാത്ത ബ്രാൻഡൊന്നും ഇല്ലെന്ന് തോന്നണം. ഇനിയിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇത് മറ്റേ കുപ്പിച്ചില്ല് ചൂടാക്കിയിട്ട് വെച്ച. ഇതെന്താ വേറൊരു ഷേപ്പിന്? ദൂരെന്ന് കാണാൻ മാത്രം ഭംഗിയുള്ളൂ ഗൈസ്. ഇവിടെ തിറയുണ്ട് ഗൈസ്, തിറ. ഞാൻ വന്നപ്പം ഞാൻ വിചാരിച്ചില്ല. ഇവിടെ ഞാൻ എൻ്റെ അറിവിൽ നൈക്ക് മാത്രം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സെഫോറ ഉണ്ടെന്നറിയാം, പക്ഷേ തിറ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ തിറയിൽ എനിക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. തിറയിൽ ഒത്തിരി ഇല്ല. പക്ഷെ ടിറ്റർ ഫൗണ്ടേഷൻ, ടിറ്ററോ അങ്ങനെ എന്തോ ഇല്ലേ, അങ്ങനെ ഒരു ഫൗണ്ടേഷൻ എന്തോ ഇതിലുണ്ട്. പക്ഷെ എനിക്കതും വേണ്ട, കാരണം എനിക്കത് ഓക്സിഡൈസ് ആവും. നൈക്കിന്ന് 2 ലിപ് ഗ്ലോസ് മേടിക്കണം. ലിപ് ഗ്ലോസ് അല്ല, മറ്റേ എൽഫിൻ്റെ മറ്റേ ലിപ് ലാക്കറില്ലേ, ആ സാധനം എനിക്ക് വേണം. അത് മേടിക്കണം. അതിവിടെ ഉണ്ടോയെന്നറിയില്ല. ഒട്ടുമിക്ക ഓഫ്ലൈൻ സ്റ്റോറിലും കുറവാണ്. എനിക്കതിൻ്റെ 2 ഷെയ്ഡ് നോക്കണം. ഇല്ലായിരുന്നെങ്കിൽ ഓൺലൈൻ മേടിച്ചാൽ മതിയായിരുന്നു. പിന്നെ കളർ ബാറിൻ്റെ ഒരു ലിപ് ലൈനർ മേടിക്കണം. പിന്നെ ചുമ്മാ ഇവിടെയൊക്കെ തന്നെ തിരിഞ്ഞടക്കണം.
രണ്ട് നായകന്മാർ. ബൈ ദ ബൈ, എനിക്ക് തോന്നണം എൽഫ് ഇവിടെ ഓരോ ബ്രാൻഡിനും സെപ്പറേറ്റ് കടകളുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് എൽഫിന് മാത്രം ഇല്ല? ബട്ട് വൈ? ഇനിയൊരു പ്രതീക്ഷ ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ മാത്രമാണ്. നൈക്കയിലില്ല. പിന്നെ ആ കളർ ബാറിൻ്റെ ലിപ്പ് ലൈനർ തപ്പി വന്നിട്ട് അതും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല എനിക്ക്. തപ്പി ഒന്നും ഇവിടെ ഇല്ല. ഈ മാള് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഒരു തേങ്ങയില്ല ഗൈസ്. ഇത്രയും വലിയ മാള് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ തപ്പണം മാത്രം എന്താ കിട്ടാത്ത? ഒന്നില്ലെങ്കിൽ ആ സാധനം ഇല്ല, ഇല്ലെങ്കിൽ ബ്രാൻഡ് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ പലതരം പ്രശ്നങ്ങളാണ്. സ്ഥലം എത്തി. ഞാൻ എന്തായിരുന്നു ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ പോയി. പക്ഷേ ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ കളർ ബാറില്ല. കളർ ബാറല്ലല്ലോ, അത് എൽഫില്ല. ആയതിനാൽ ഞാൻ എന്ത് ചെയ്തു, ഇതെന്താ ഫേവറേറ്റ് എന്താ കാർട്ടൂൺ ക്യാരക്ടറോ എന്താ ഇതിനെ പറയണേ, മാർവലോ, ആ പുള്ളിയാണ് ഈ പുള്ളി. രണ്ടെണ്ണം കൂടെ ഇന്നത്തായിട്ട് പോയി. വാവ്. അങ്ങനെ ഞാൻ എൻ്റെ ഡെഡ്പൂൾ ഏട്ടനെ കണ്ടു, ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിച്ചിട്ട് വേണം ഫ്രണ്ട്സിനെ മുടിപ്പിക്കാൻ. നല്ല ഷെയ്ഡല്ലേ? കണ്ട എൻ്റെ ബോയ്സിന് 0% എന്താ മെയിലീഗോ 0% ഉള്ള കുട്ടികളെ കണ്ടോ? ഇത് കഴിക്കാൻ നല്ലൊരു സ്ഥലം തപ്പിട്ട് കിട്ടുന്നില്ല. അതായത് എനിക്കൊന്നും വേണ്ട. എനിക്ക് ഇവർ ഇഷ്ടമല്ല, ഇവരുടെ ഐസ്ക്രീം എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഷുഗർ കട്ടായിരുന്നു. ഷുഗർ കട്ടാന്ന പേര് മാത്രമേ ഉള്ളൂ. കാരണം എന്താ കഴിക്കണം? ഞങ്ങളിങ്ങനെ ഒത്തിരി ഫുഡ് വെറൈറ്റീസ് ഒന്നും ട്രൈ ചെയ്യാത്ത, അത് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് ഞാൻ. ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് ചോറ് തപ്പി നടക്കുക. ഫ്രണ്ട്സിന് ചോറ് കിട്ടുന്നില്ല. കൊറിയൻ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിന് ഇഷ്ടമല്ല കൊറിയൻ. വാട്ട് ഈസ് ദിസ്? വേണ്ട. യൂമി ന്യൂഞ്ഞിയല്ല, ന്യൂഞ്ഞി അവനല്ലേ. യൂമിയിൽ കയറി നമ്മൾ കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യാനാണ് നോക്കുന്നത്. ഇവിടെ ഇതിൽ കൂടെ നോക്കിയ സൈഡിൽ കൂടെ ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതും അങ്ങനെ കണ്ടിട്ട് പറഞ്ഞാൽ അതിൽ പച്ചമീനൊക്കെ തിന്നാൻ തരുതെന്ന് പറഞ്ഞിട്ട് ഇവരവിടെ കയറുന്നില്ല. ഇവര് ഇവരാണ് അവര്. നിങ്ങൾ എന്ത് ടൈപ്പ് ആൾക്കാരാ? ഞങ്ങൾ ജെൻസി. നിങ്ങളാരാ? ഇവര് ഫാൻസി. ഞാൻ ജെൻസി. 2000 ജെൻസി ആണെന്നാണ് എൻ്റെ ഒരു ആഗമന നിഗമനം.
കർമ്മം കൊണ്ട് ഞാനൊരു 90 കിഡ് പോലെ തന്നെയാണ്. ഇവിടെ ഒരമണിക്കൂർ ആവാറായെന്ന് തോന്നുന്നു. എന്തായാലും 15 മിനിറ്റിന് മുകളിലായി ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. ഫുഡ് കഴിക്കാനായിട്ട് ഒരു കട തപ്പി. ഇവിടെ ഒരു 19 കടയുണ്ട്. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കട കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓപ്ഷൻസ് കൂടുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളിവിടെ കറങ്ങാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ 2ാമത്തെ റൗണ്ടാണ്. നമ്മൾ പൊക്കോണ്ടിരുന്ന വഴി തന്നെ പൊക്കോണ്ടിരിക്കണത്. എന്നാ എനിക്ക് തോന്നുന്നത് ആദ്യമോൻ IDCന്ന് മേടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇത്രയും വലിയ കടയാണ്. എന്നിട്ട് അവിടെയുണ്ട്. ഇവിടെ ഇത്രയും കടകളുണ്ട് ഫുഡിൻ്റെ. എന്തുകൊണ്ടൊരു കേരള ഡിഷ് കിട്ടുന്ന ഒരു കടയില്ല? അതുകൊണ്ട് നമ്മളിങ്ങനെ തപ്പി നടക്കുക. ഇവിടെ ബിരിയാണി ഉണ്ട്. മൊത്തം മറ്റേ ചവച്ചേർക്കാൻ പറ്റാത്ത ദശല്ലല്ലോ അരിയുള്ള ഒരു ബിരിയാണി. ആ ബിരിയാണി ആർക്കുമാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കടയിൽ നിന്ന് തന്നെയാണ് ഇപ്പന്മാർ ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അന്ന് അരി ഇരിക്കാമോ? എനിക്ക് പേടിയാണ്. ഈ കസേരയ്ക്ക് ഭയങ്കര സ്ട്രീറ്റ് ഫുഡിൽ നിന്ന് ഓർഡർ ചെയ്തു. ഇവന്മാർ രണ്ടുപേരും എന്തോ ഒരു നോൺ വെജ് താലി, ഞാൻ ചോല ഭട്ടൂരിയ വേസ്റ്റ് അവിടുത്തെ. ഞാൻ ആദ്യം അവിടെ പോകാമെന്ന് പറഞ്ഞാൽ അപ്പം കേട്ടില്ല. അപ്പം പിന്നെ അവസാനം അവിടെ വന്നതെന്ന് വെച്ചു. മലയാളി കടകളും കൊണ്ടുവരട്ടെ ഇവിടെ. അല്ലേ ഇവിടെ അങ്ങനെ 1/2 മണിക്കൂറാണ് ഞങ്ങൾ ഫുഡ് തപ്പി നടന്നത്. ഇപ്പോൾ എനിക്ക് വിശന്നപ്പമായില്ല. ഞാൻ ഫുഡ് വരുമ്പോൾ നടക്കുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വയറൊക്കെ നിറഞ്ഞു. ഞാൻ ബാഗ് മേടിക്കാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാവരും കൂടെ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തു. കാരണം എനിക്ക് കുറേ ബാഗ് വന്നു. എനിക്ക് ഒത്തിരി ബാഗൊന്നുമില്ല. 3-4 ബാഗേ ഉള്ളൂ എൻ്റെ ഓർമ്മയിൽ. എന്ത് താഴെ അതുകൊണ്ട് ഞാൻ തപ്പി വന്ന എൻ്റെ ലിപ് ഗ്ലോസ് എനിക്ക് കിട്ടിയില്ലല്ലോ. ഇവിടെ ടിപ്സി ബ്യൂട്ടി ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു അവിടെ നോക്കാമെന്ന്. ഇല്ലടാ, ഇവിടെ ലൈഫ് സ്റ്റൈലിൽ ഇതില്ല. എൽഫ് ഓഫ്ലൈന് കിട്ടാനേ ഇല്ല. എൽഫ് ഇവിടെ ഇപ്പം ടിപ്സി ബ്യൂട്ടിയിൽ പോയിട്ട് നമുക്ക് നോക്കാം. ലിപ് ഗ്ലോസ് നോക്കാം. ടിൻഡഡ് അല്ലല്ലോ. പക്ഷെ എനിക്ക് മറ്റേ ലിപ് ലാക്വറോ വേണ്ട. ആക്ച്വലി ലിപ് ലാക്വറും ലിപ് ലാക്വർ ഗ്ലോസോ അങ്ങനെ എന്തോ സംഭവം എൽഫിറ്റില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്ന കടകളിലൊന്നിലും കാണാനില്ല. ഇന്നത്തെ ദിവസം എനിക്ക് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ തപ്പി വന്ന ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ബാഗ് എടുക്കാമെന്ന് പറഞ്ഞു വന്നിട്ട് ഇവന്മാരെന്നെ ബാഗ് എടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ഞാനും വിചാരിച്ചപ്പോൾ ശരിയാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇനി ആ ടിപ്സിയിൽ പോയിട്ട് എനിക്ക് ലിപ് ഗ്ലോസും കിട്ടിയില്ല. അവിടെ മറ്റേ പ്ലംബിങ് ആയിട്ടുള്ള ലിപ്പ് പ്ലംബ് ചെയ്യുന്ന സാധനം ഇല്ല. ഉണ്ട്, പക്ഷെ ആ ഷെയ്ഡ് എനിക്കിഷ്ടമില്ല. എനിക്കിങ്ങനെ ബ്രൈറ്റ് കളേഴ്സ് അങ്ങനെ അത്ര ഇഷ്ടമല്ല. പിന്നെ കണ്ടമാനം ഡാർക്ക് കളേഴ്സ് എനിക്ക് ഇഷ്ടമല്ല. ഒരു ന്യൂഡ് ഒക്കെ ഇഷ്ടമുള്ളൂ. ഞാൻ തപ്പുന്ന ഒരു സാധനം ഇവിടെ ഇല്ല. ഞാൻ ടൂ ഫേസിൻ്റെ എനിക്ക് പറയാൻ പറ്റുള്ളല്ലോ ആർക്ക് നല്ലത്. ഞാൻ ടൂ ഫേസിൻ്റെ ഗ്ലോസ്. ഓ മൈ ഗോഡ്, പൊളിയല്ലോ, കിടൂല്ലേ. ഞാൻ പറയാൻ പറഞ്ഞില്ല. ഞാൻ ടൂ ഫേസിൻ്റെ ലിപ് പ്ലംബിങ് ഗ്ലോസ് മേടിച്ച്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൂ ഫേസിൻ്റെ ഒരു ലിപ് ഗ്ലോസ് മേടിച്ചു. ടൂ ഫേസിൻ്റെ ലിപ് പ്ലംബിങ് ഗ്ലോസ് അങ്ങനെ എന്തോ സംതിങ് ഞാൻ മേടിച്ചത്.
അയ്യോ അവിടെ നിൽക്കുന്ന ഞാൻ ടിറയെന്നാണ് മേടിച്ചത്. ടിറയിൽ നിൽക്കുന്നവർക്കാണ് എന്ത് രസം. ആ പുള്ളിക്കാരി ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഞാൻ അവർ സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ വായിട്ട് നോക്കിയിട്ട് അവർ പറയുന്നത് ശ്രദ്ധിക്കണോ അവർ ഭംഗി ശ്രദ്ധിക്കണോ. എന്ത് രസമാണെന്ന് പറയാം അവരെ കാണാൻ. പക്ഷെ പിന്നെ വീഡിയോ ഇവിടെ അങ്ങനെ ഉള്ളിലുള്ള ഷോപ്പിൽ വീഡിയോ അലൗഡ് അല്ല ഒട്ടുമിക്ക സ്ഥലം. ടിറയിൽ പക്ഷെ അലൗഡായിരുന്നു. ഞാൻ ടൂ ഫേസ്ഡ് മേടിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് പരിപാടി ഒക്കെ കഴിഞ്ഞു. ഞാൻ എൽഫിൻ്റെ ലിപ് ഗ്ലോസ് തപ്പി വന്നാൽ ഞാൻ ടൂ ഫേസ്ഡിൻ്റെ സാധനം മേടിച്ചു. ഐ ആം വെരി വെരി ഹാപ്പി. ഇനി നേരെ വീട്ടിൽ പോകാനാണ് പരിപാടി. വയ്യ, എൻ്റെ ഫോണിൻ്റെ ചാർജും ഏകദേശം തീരാറായി. അപ്പം അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.